ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാനും നന്ദുമോളും അനീഷേട്ടനുമാണ് ബീച്ചിലേക്ക് പോയത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബീച്ചിൽ പോകണമെന്ന് നന്ദു പറയൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ. കാരണം സ്കൂൾ പൂട്ടിയിട്ട് എവിടെയും പോയിട്ടില്ല, എവിടെയും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റിയൊരു സ്ഥലം ഇവിടെയാണല്ലോ. അപ്പം ഞാൻ വേഗം അനീഷേട്ടനോട് പറഞ്ഞ് എന്തായാലും ഒന്ന് കൊണ്ടുപോവാം, എവിടെയും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ സ്കൂൾ പൂട്ടിയിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ വൈകുന്നേരം കേട്ടോ ഒരു 5 മണി 5:15 ഇവിടെ എത്തുമ്പം ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഇറങ്ങിയതാണ്. അപ്പോൾ പോവണോ പോണ്ടേ എന്ന ഒരു ഇതിൽ പോകുന്നത് തന്നെയാണ് കേട്ടോ. സത്യത്തിൽ പോവണ്ടെന്ന് തന്നെയാണ് വിചാരിച്ച് നിന്നത്. പിന്നെ നന്ദുമോൾക്ക് ഭയങ്കര പിണക്കം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോവാം, എവിടെയും അങ്ങനെ പോവലൊന്നും ഇല്ലല്ലോ ഓളെയും കൊണ്ടിട്ട്. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കുക, ട്യൂഷനൊക്കെ എന്തായാലും അടുത്ത മാസം മെയ് 1 തുറക്കും ട്യൂഷനൊക്കെ. അപ്പം പിന്നെ എവിടെയും പോകാനൊന്നും പറ്റില്ല, ട്യൂഷൻ ലീവാക്കാനേ സമ്മതിക്കില്ല കേട്ടോ അവിടെയുള്ള സാറന്മാരൊക്കെ. അപ്പോൾ എന്തായാലും ഓളെ ഒന്ന് കൊണ്ടുപോകാമെന്ന് അനിച്ചേട്ടനും പറഞ്ഞു. ഇനിയിപ്പോൾ അതിനൊരു പിണക്കം വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴാണ് എത്തിയത് കേട്ടോ. വെയിലൊക്കെ ഏകദേശം പോയി തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ നല്ലൊരു സമയം നോക്കിയാണ് വന്നതല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരമാണ് വണ്ടി നിർത്തിയിട്ടത്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു സൗകര്യം കിട്ടിയപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കടലിലേക്ക് ഇറങ്ങാനൊക്കെ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ചെരുപ്പ് നനയും ഡ്രസ്സ് നനയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഇരിക്കാനുള്ള സ്ഥലം നോക്കി ഇങ്ങനെ നടന്നതാണ് സംഭവം. അപ്പോൾ ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതി വെച്ച സ്ഥലം കണ്ടപ്പം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ കേട്ടോ. അപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ലോണം ആൾക്കാരുണ്ട് സംഭവം. വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നോക്കും വേണ്ട, അത്രയ്ക്കും തിരക്കായിരിക്കും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നടന്ന് കടലിലേക്ക് ഇറങ്ങണ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ നല്ല ഇരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് പുഴയിൽ വന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അവിടെ കണ്ടപ്പോൾ ഇരിക്കാനേ തോന്നില്ല കേട്ടോ. എന്തോ ഒരു മടി പോലെയായി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ടായി. ഇവിടെ ഒരുപാട് വട്ടം വന്നതാണെങ്കിലും ഇവിടെ വരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ ഇവിടുന്ന് ഐശ്വര്യതയും കാര്യങ്ങളും ഉപ്പിലിട്ടതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നവർക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക തന്നെയാണ് സംഭവം. ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കുറേ നടക്കാം, ഇപ്പോൾ ഒന്നും വാങ്ങണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങി തരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. ഒന്നും വാങ്ങി തരണ്ട എന്നുള്ള കരാറിലൊക്കെയാണ് ഞങ്ങൾ വന്നതും. എന്താ പറയുക, ഞങ്ങൾക്കൊന്നും വേണ്ട, കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കരാറിൻ്റെ പുറത്താണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പം അതൊക്കെ നിന്നുണ്ട് കേട്ടോ, എല്ലാം തെറ്റി. അപ്പോൾ നന്ദുവിനൊരു ഐശ്വര്യതി വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വേണോ ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും വേണം പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഐശ്വര്യതി വാങ്ങുന്നുണ്ട്. അപ്പം മധുരമുള്ളതാട്ടോ വാങ്ങണത്. എരിവ് വേണമെങ്കിൽ എരിവുണ്ട്, മധുരം വേണമെങ്കിൽ മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ അനീഷേട്ടന് എരിവ് വാങ്ങി, ഞാനും നന്ദുമോളും കൂടി മധുരം വാങ്ങുകയാണ് കേട്ടോ. എരിവുള്ളതൊന്നും തിന്നൂടാ എന്തായാലും, എപ്പോഴും ഈ എരിവുള്ളത് വീട്ടിൽ നിന്നായാലും ചോറിൻ്റെ കറി ആയാലും എരിവ്, എല്ലാ എരിവും ഇല്ലല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങളിതാ മധുരമുള്ളത് വാങ്ങി. സംഭവം അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടേനി. പക്ഷേ എനിക്ക് അത്ര ഒരു ടേസ്റ്റ് പോരാന്നും തോന്നി. കാരണം ഞങ്ങളവിടെയുള്ള ചാലിയം ബീച്ചിൽ പോയാൽ ഇത് വാങ്ങിയാൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ സംഭവം. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സാധനങ്ങളൊന്നും ഇതിലിടണില്ല. അപ്പം ചാലിയം ബീച്ചിലാണെങ്കിൽ ഇതിൽ വേറെ എന്തൊക്കെയോ ഇടുന്നത് കാണാം. അപ്പോൾ അധികം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവില്ല. ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ തിന്നാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഐസൊക്കെ ചൂടുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വെള്ളമായിന് കേട്ടോ. അതുകൊണ്ട് വലിച്ചു കുടിക്കാനുള്ള ഒരു പരുവത്തിലൊക്കെ ആയിന്. സ്പൂൺ കൊണ്ട് കോരി തിന്നേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ. കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിനാണല്ലോ നമുക്ക് അധികം ഒരു ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ കുറേ സമയം അവിടെ നിന്ന് കുറച്ചൊന്ന് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കുറച്ച് സമയമായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാനായി തുടങ്ങിന്. അപ്പം പുഴയിൽ എന്നാണ് പറയണേ, കടലിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽ പെട്ടത്. പണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ പമ്പരം വാങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിന് കേട്ടോ ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര രസം. അതൊന്ന് പോയി വീഡിയോ എടുക്കാൻ വിചാരിച്ച്. ഞങ്ങളെ നാട്ടിൽ ദീപാവലിക്കൊക്കെയാണ് അങ്ങനത്തെ സംഭവമൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്നൊക്കെ അത് വാങ്ങും ചെയ്യും. ഇപ്പോൾ അതിനോടൊന്നും വലിയൊരു കമ്പല്ല. അന്നൊക്കെ ദീപാവലി ആയ എല്ലാ ബസ്സിലും
എല്ലായിടത്തും ഈ ഒരു സാധനം ഇങ്ങനെ കറങ്ങും കേട്ടോ. നല്ല രസമാണ്. ബസ്സിൻ്റെ മുന്നിലായാലും ഏത് വണ്ടീൻ്റെ മുന്നിലായാലും ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടാകും, കുത്തി വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. വന്നപ്പം തന്നെ നല്ലൊരു അടിപൊളി കാഴ്ച കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഇതാ ഒരു കൈമിലിട്ടിട്ട് ഞങ്ങൾ ഇതൊക്കെ തിന്നലിട്ടോ. സംഭവം 5 വിരലുമ്മിലും 5 ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഇങ്ങനെ കടിച്ച് തിന്നു. അപ്പോൾ ഞങ്ങളിതിനെ കുടൽ എന്നൊക്കെ പറയും കേട്ടോ, ചെറുതാകുമ്പോഴൊക്കെ. ഇപ്പം പലർക്കും പല പേരുണ്ടാവില്ലല്ലേ അതിന് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ചേട്ടൻ പറഞ്ഞു എന്താ തിന്നാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ നടന്നതാട്ടോ. അപ്പം ഗ്രീൻ പീസ് ഉണ്ട് അവിടെ. ഗ്രീൻ പീസാണ് ഏറ്റവും മെയിൻ ഭക്ഷണം കേട്ടോ. ഞങ്ങൾക്ക് എവിടെ പോയാലും ഗ്രീൻ പീസ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 3 വാങ്ങിയിട്ടോ. അപ്പോൾ കാടമുട്ട ഉണ്ട്, കടുക്ക മസാല മുക്കി പൊരിച്ചതുണ്ട്, പഴംപൊരി, പിന്നെ മുളക് ബജ്ജി എല്ലാം ഉണ്ട് കേട്ടോ. ഉള്ളിവട, പരിപ്പ് വട, അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഗ്രീൻ പീസ് വാങ്ങിയിട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഗ്രീൻ പീസ് വാങ്ങി തിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്ലേറ്റ് കോൺഫ്ലവർ മറ്റേ പൊരിച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. സംഭവം വലിയ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതാ അടുത്ത ട്രിപ്പ് ഗ്രീൻ പീസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് ആൾക്കാർ വരുന്ന തിരക്കിനനുസരിച്ച് ഉണ്ടാക്കുക സംഭവം. ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, എന്നാൽ പിന്നെ എളുപ്പമാണല്ലോ കൊടുക്കാനായിട്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പം വീഡിയോ എടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് തന്നെയാണ് കേട്ടോ. അപ്പം സംഭവമൊക്കെ അടിപൊളി ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ. ഈ കണ്ണാടി ചില്ലിൻ്റെ ഉള്ളിലെ പലഹാരം കാണുമ്പം ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹമാണല്ലേ തിന്നാനൊക്കെ ആയിട്ട്. അപ്പോൾ കാടമുട്ട ഉണ്ട്, ഒരു പ്ലേറ്റിന് 50 ഉറുപ്പ്യാണ് കേട്ടോ. അത് കുഴപ്പമില്ല, എത്രയോ കുറച്ചെണ്ണം ഉണ്ടാവും തോന്നുന്നുണ്ട് വാങ്ങിയാൽ. അപ്പോൾ അത് വേണ്ട, എനിക്കിഷ്ടമില്ല അതൊന്നും. അപ്പം ചേട്ടനോട് എനിക്ക് വേണ്ട പറഞ്ഞേ. കാടമുട്ടേനോടൊന്നും അത്ര ഇഷ്ടമില്ല. അപ്പം ചേട്ടനും ഇഷ്ടമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ അത് മസാല തേച്ചതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വേണ്ട എന്തായാലും ഗ്രീൻ പീസ് മതി. അപ്പം അങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ എണ്ണ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെച്ചത് ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിന് കേട്ടോ. കാരണം അതൊക്കെ ചിലവാകും, അത്രയ്ക്കും ആൾക്കാരുണ്ട് കേട്ടോ ബീച്ചിൽ. സമയം ഇരുട്ടും തോറും ആൾക്കാർ തിരക്ക് കൂടിയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കാതുള്ളൊരു പോക്കുമാണ്. പോവണ്ട വിചാരിച്ച് നിന്നതാണ്, പെട്ടെന്ന് പോയത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓരോ സൈഡിലായിട്ട് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഷീറ്റൊക്കെ വിരിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. ബീച്ചിൽ നിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. ഓരോ ടീമായിട്ട് ഇങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർ ഓരോ ടീമായിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസം കാണാൻ തന്നെ കേട്ടോ. ബീച്ചിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നോമ്പ് തുറക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ എല്ലായിടത്തും ഇതന്നെയാട്ടോ കാണുന്നത്. ഓരോ കുടുംബങ്ങളും ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും എത്തിയെന്ന് കേട്ടോ. അപ്പം ബാങ്ക് കേട്ടാൽ ഇനി ഇവിടുന്ന് ഓൽക്ക് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അതും ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. ഈ ഒരു ചൂടത്ത് നല്ല കടൽക്കാറ്റ് കൊണ്ടിട്ട് നോമ്പ് തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഓൽക്കും അതൊരു ഇഷ്ടമായിട്ടും സന്തോഷമായിട്ടും വന്നതായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓല കുടുംബം മൊത്തം കടലിൽ കുളിക്കലും കളിക്കലും ഒക്കെയാണ്. അപ്പോഴാണ് കണ്ടത് ഒരു കുട്ടീനെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം അത് കുതിര സവാരി ചെയ്യാൻ 100 ഉറുപ്പ്യാണേ. കുറച്ച് ദൂരം വരെ പോകും, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, അങ്ങനെയാണ്. അപ്പോൾ ഒരാൾക്ക് 100 ഉറുപ്പ്യാണ് കേട്ടോ. അപ്പം കയറണം എന്നൊരു ഇഷ്ടമുണ്ടേനി. പക്ഷേ കുറച്ച് നേരത്തിനാണ് 100 ഉറുപ്പ്യാന്ന് പറഞ്ഞപ്പം അതിനോട് വലിയൊരു യോജിപ്പുണ്ടായില്ല കേട്ടോ. അപ്പോൾ ആ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ച് കയറാൻ നിന്നില്ല കേട്ടോ. സംഭവം ഒരു 50 രൂപയ്ക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല കേട്ടോ. അത് കുറച്ച് ദൂരെ പോകണുള്ളൂ, പക്ഷെ ഒന്ന് പോവുക, റൗണ്ട് അടിച്ചിട്ട് നടത്തിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതിന് 100 ഉറുപ്പ്യാന്ന് കേട്ടപ്പം പിന്നെ വേണ്ട വിചാരിച്ച്. അപ്പം മൂപ്പര് കുറച്ച് സമയം കൊണ്ട് അത്യാവശ്യത്തിനുള്ള ഒരു പൈസയൊക്കെ കിട്ടണ ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പം അത് നോക്കി കുറേ നിന്ന് ഓരോരുത്തരും കുട്ടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കയറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സവാരികളൊക്കെ സംഭവം രസമാണ്. കുട്ടികളെ കൊണ്ടുപോകണമൊക്കെ രസമാണ് കേട്ടോ. നന്ദമോളോട് കയറാൻ പറഞ്ഞപ്പോൾ നന്ദമോൾക്ക് കയറണ്ടെന്നും പറഞ്ഞ് പിന്നെ അപ്പോൾ അതും അങ്ങോട്ട് നിർത്തി. അങ്ങനെ ഞങ്ങൾ കടൽക്കരയെന്നൊക്കെ കയറി വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സൂര്യൻ അസ്തമിക്കാനായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ഒരു സമയക്കായി തുടങ്ങി. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടോ. ഭയങ്കര രസം കേട്ടോ. രാത്രിയിൽ ഭയങ്കര കാഴ്ചയാണ്. ഞങ്ങളിപ്പം പോയയിടത്തോളം ഞങ്ങളിപ്പോൾ രാത്രിയിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് വരലൊക്കെ. അപ്പോഴാണ് കാണാൻ അടിപൊളി കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ. കുറച്ച് നേരം ഇങ്ങോട്ട് ഇരുട്ടുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണല്ലേ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോരുമ്പോൾ ഒരു 7:30 ആവാനായി തുടങ്ങിയേ. അപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ സത്യത്തിലും പോവൽ. അപ്പോൾ അല്ലെങ്കിലൊക്കെ വേഗം വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് പോവല കേട്ടോ. ഈ കാഴ്ചകളൊന്നും കാണാൻ ഉണ്ടാവലില്ല, പറ്റലില്ല കേട്ടോ.
അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ബായ്.